നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ ഫ്യൂഡൽ രാജാക്കന്മാരെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നതെന്ന് ബെന്നി ബെഹനാൻ MP. തെക്കുംകര പഞ്ചായത്തിൽ ഇലക്ട്രോണിക് വേസ്റ്റ് കളക്ഷൻ പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലം കോളാംകുണ്ടിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. വടക്കാഞ്ചേരി RTO ഓഫീസിന് മുൻപിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ആശാ വർക്കേഴ്സ് സമരത്തിലൂടെ അധികാരത്തിൽ വന്നവർ സമരത്തെ പുച്ഛിക്കുന്നു. ജന്മിത്വത്തിനും അധികാര ദുഷ്പ്രഭുത്വത്തിനുമെതിരെ സമരം നടത്തി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഫ്യൂഡൽ രാജാക്കന്മാരെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബെന്നി ബെഹനാൻ MP പറഞ്ഞു. അതാണ് ആശാ വർക്കേഴ്സ് സമരത്തെ പുച്ഛിച്ച് അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നത്. തൊഴിലാളി വർഗ നേതാക്കൾ എന്ന് അവകാശപ്പെടുന്നവർ സമരം ചെയ്യുന്നത് തൊഴിലാളികളാണെന്നും മനുഷ്യരാണെന്നുമുള്ള യാഥാർത്ഥ്യം മറക്കുന്നു. ആശാ വർക്കേഴ്സിനെ മനുഷ്യരായി കണ്ട് അവർക്ക് സർക്കാർ നീതി കൊടുക്കുന്നതുവരെ കോൺഗ്രസ് രംഗത്തുണ്ടാകും. ഇന്ന് നാം അനുഭവിക്കുന്ന നമ്മുടെ നാടിന്റെ സങ്കീർണതയ്ക്ക് കാരണം കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് KPCC ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബെന്നി ബെഹനാൻ MP. പ്രതീകാത്മകമായി ആശാ വർക്കേഴ്സ് അനുഭവിക്കുന്ന പട്ടിണിയെ സൂചിപ്പിക്കുവാൻ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് അധ്യക്ഷത വഹിച്ച ധർണയിൽ നേതാക്കളായ PA മാധവൻ, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, അനിൽ അക്കര, ജോസഫ് ചാലിശ്ശേരി, MP ജാക്സൺ, KK കൊച്ചുമുഹമ്മദ്, MK അബ്ദുൾ സലാം, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, A പ്രസാദ്, KB ശശികുമാർ, CC ശ്രീകുമാർ, IP പോൾ, CO ജേക്കബ്, സുബി ബാബു, CB ഗീത, T നിർമ്മല, KK ബാബു, TM നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലാളി സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും നടപടിയുമാണ് ഈ സമരത്തെ ഇന്ന് കൂടുതൽ ജനപിന്തുണയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു ആശാ വർക്കേഴ്സ് സമരത്തിന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയും അവർ വലിച്ചു കെട്ടിയ ഒരു ടാർപ്പാളിൻ പോലും പോലീസ് വന്ന് നീക്കം ചെയ്ത് അവസാനം ആ ടാർപ്പാളിൻ നീക്കം ചെയ്ത ടാർപ്പാളിൻ തലയിൽ വെച്ച് സമരം ചെയ്തപ്പോൾ അതിന് പോലും അംഗീകാരം കൊടുക്കാത്ത കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ വികൃതമായ നയത്തെ പ്രതികരിക്കാൻ ശ്രീമാൻ AK ആന്റണി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ തയ്യാറായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആശാ വർക്കേഴ്സ് സമരത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ ഇലക്ട്രോണിക് വേസ്റ്റ് കളക്ഷൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് വേസ്റ്റ് കളക്ഷൻ അനുമതി ലഭിച്ച 3 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് തെക്കുംകര. പനങ്ങാട്ടുകര വാർഡിലെ ശ്രീനിലയം ആനന്ദകൃഷ്ണന്റെ വസതിയിൽ വെച്ച് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ കളക്ഷൻ ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. നിശ്ചിത തുക നൽകിക്കൊണ്ടാണ് വേസ്റ്റ് കളക്ഷൻ നടത്തുന്നത്. എല്ലാ തരത്തിലുമുള്ള വേസ്റ്റും കളക്ട് ചെയ്ത് പൂർണ്ണമായും മാലിന്യരഹിത പഞ്ചായത്താക്കി മാറ്റുകയാണ് ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ, സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി A മനോജ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ PR അനിത തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ മാർച്ച് മാസം സീറോ വേസ്റ്റ് ആക്കി മാറ്റുകയെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്.
ഇപ്പോൾ നമ്മൾ എല്ലാ വാർഡുകളിലും അതിൻ്റെ സർവേ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഈ വേസ്റ്റ് അങ്ങനെ കാണാൻ സാധ്യത കുറവാണ്. പക്ഷെ ഉള്ള വീടുകളിൽ നിന്ന് ഒരു മിനിമം സംഖ്യ പൈസ ഓരോ ഇനത്തിനും അതിൻ്റേതായ റേറ്റ് പറയുന്നുണ്ട്. അത് വെച്ച് ആ വീടുകളിലെ പൈസ കൊടുത്ത് ആ സാധനം ഏറ്റെടുക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. തീർച്ചയായും ഒരു ശുചിത്വ സുന്ദരമായ ഒരു കേരളം എന്ന സ്വപ്നത്തിൽ നമ്മൾ നടന്നെടുക്കുമ്പോൾ അതിനോടൊപ്പം തെക്കങ്കര പഞ്ചായത്തും നടന്നെടുക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ഇവിടെ ഹരിതകർമ്മസേനാംഗങ്ങൾ, പൊതുവിൽ ആരോഗ്യവകുപ്പ്, ഗ്രാമപഞ്ചായത്ത് എല്ലാവരും കൂട്ടായി, പൊതുവിൽ സാമൂഹിക സംഘടനകളുടെ സഹായം, എല്ലാവരും കൂട്ടായ സഹകരണത്തോടു കൂടി ഈ പ്രവർത്തനം അതിവേഗം 30-ാം തീയതി ആകുമ്പോഴേക്കും സീറോ വേസ്റ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ മണിയൻ്റെ വീട്ടിൽ നിന്ന് ഇലക്ട്രോണിക്സിന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങ് ഔപചാരികമായി എല്ലാവരുടെയും സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. മാന്നാമംഗലം കോളാംകുണ്ടിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടുപന്നി ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. കോളാംകുണ്ട് സ്വദേശി വെളുത്തുങ്കത്ത് നന്ദകുമാറിന്റെ 2 മാസം വളർച്ചയെത്തിയ 100-ൽ പരം നേന്ത്രവാഴകളാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. ഏതാനും ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് കാട്ടുപന്നി ഇറങ്ങി ഏതാനും വാഴകൾ നശിപ്പിച്ചിരുന്നു. ഓട്ടോ ഡ്രൈവറായ നന്ദകുമാർ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ കൃഷിയാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. പ്രദേശത്ത് നിരന്തരം വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇതുമൂലം കർഷകർക്ക് ഓരോ തവണയും ഭീമമായ തുകയാണ് നഷ്ടം സംഭവിക്കുന്നത്. ഇതിനൊന്നും തന്നെ സർക്കാർ സംവിധാനം വഴി കാര്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. വന്യമൃഗശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്നും കർഷകർ പറഞ്ഞു. എൻ്റെ പേര് നന്ദകുമാർ. ഒരു 10-300 ചില്ലറ വാഴ വെച്ചാണ് ഈ പന്നി ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ കൂടുതൽ ശല്യമാക്കി ഒരു 10-100-ൽ പരം വാഴകൾ കളഞ്ഞു. ഇന്നലെ അതിലുപ്പാട് 5-6-10 എണ്ണൊക്കെ കളയാറുള്ളൂ. ഇപ്പം ഇന്നലെയാണ് ഒരു 100-ൽ പരം വാഴകൾ കളഞ്ഞേക്കണത്. പിന്നെ എന്ത് നഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു പരിഹാരമാണ് ഇരിക്കുന്നത്. ഇത് വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ടോ? ഇത് വനംവകുപ്പിനെ അയച്ചിട്ടില്ല. ഇന്ന് അപേക്ഷിക്കണം വിചാരിക്കുന്നത്. ഈ നിരന്തരം ഇങ്ങനെ ശല്യമുള്ള സ്ഥലമാണോ അത്? നിരന്തരം ശല്യം ഇങ്ങനെ 3-4 വാഴയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാനത് മാറി വയ്ക്കാറ് പതിവ്. ഇപ്പം ഇന്നലെയാണ് ഇത്ര വാഴ കളഞ്ഞത്. മാടക്കത്ര പഞ്ചായത്തിലെ കട്ടിളപ്പൂവം എസ്എൻമുക്ക് പുല്ലംഖണ്ഡം പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യമായ തെക്കീകര പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. വർഷക്കാലങ്ങളിൽ ഈ പാലത്തിന് മുകളിലൂടെയാണ് മഴവെള്ളം ഒഴുകി ഈ പ്രദേശം ഒറ്റപ്പെടുക പതിവാണ്. ആ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് പാലം പുതുക്കി വലുതാക്കി പണിയുന്നത് എന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര പറഞ്ഞു. പുല്ലങ്കണ്ടം തെക്കേക്കര റോഡിൽ 4-ാം വാർഡിൽ അവിടുത്തെ ആളുകളുടെ ഒരു സ്വപ്നമായിരുന്നു തെക്കേക്കരയിൽ ഒരു പാലം പണിയാന്നുള്ളത്. എസ്എംമുക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് പുല്ലങ്കണ്ടത്തേക്ക് വരാനും പുല്ലങ്കണ്ടം തെക്കേക്കരയിലുള്ള ആളുകൾക്ക് കട്ടപ്പുറത്തേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ട് മാറിയിരിക്കുകയാണ്. 6 മീറ്റർ വീതിയിലുള്ള റോഡാണ് നിലവിലുള്ളത്. ആ റോഡിൽ വർഷങ്ങളായിട്ട് ഈ ഭാഗത്ത് ഒരു പാലത്തിൻ്റെ ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഒല്ലൂർ MLA ഫണ്ടിൽ നിന്നാണ് 50 ലക്ഷം രൂപ അനുവദിച്ച് അത് ജില്ലാ പഞ്ചായത്ത് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്രോച്ച് റോഡ് കുറച്ച് ഭാഗം ടാറിംഗ് ഇല്ലാത്തതുണ്ട്. അപ്രോച്ച് റോഡ് പണിയുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പദ്ധതിയിൽ കൂടി അനുവദിച്ചിട്ടുണ്ട്. അതോടുകൂടി പ്രധാനപ്പെട്ട ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവുകയാണ്. പൂർണ്ണമായും ഈ റോഡിൻ്റെ നിർമ്മാണം അതിൻ്റെ പ്രവൃത്തികളെല്ലാം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ മാസം അവസാനത്തോടെ കൂടി ഈ റോഡ് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ആവശ്യമായ നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും. മാടക്കത്തെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും ഈ നാട്ടിലെ പുല്ലങ്കണ്ടം തെക്കേക്കര ഭാഗത്തെ ജനങ്ങളെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം ഇതിലൂടെ നിറവേറ്റപ്പെടുകയാണ്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. അച്ഛനെയും മകനെയും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിലേക്ക്. വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇക്കഴിഞ്ഞ മാർച്ച് 1 മുപ്ലിയത്തുള്ള ആന്റണി എന്നയാളുടെ വീട്ടിലേക്ക് മുപ്ലിയം പാറക്കുളം സ്വദേശികളായ അപ്പാട് വീട്ടിൽ ശ്രീജിത്ത്, എരുമക്കാടൻ വീട്ടിൽ രാജു എന്ന് വിളിക്കുന്ന രാജേഷ് എന്നിവർ ചേർന്ന് അതിക്രമിച്ചു കയറിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ ആന്റണിയുടെ ബന്ധുക്കളായ വെള്ളിക്കുളുങ്ങര, കടമ്പോട് സ്വദേശികളായ അയ്യങ്കാരൻ വീട്ടിൽ സേവ്യറിന്റെ മകൻ അരുൺ എന്നിവരെയാണ് ആന്റണിയുടെ വീട്ടിലെ അടുക്കളയിൽ വെച്ച് ഇരുവരും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. ഈ സംഭവത്തിലാണ് ശ്രീജിത്തിനെയും രാജേഷിനെയും വരന്തരപ്പിള്ളി പോലീസ് പിടികൂടിയത്. ശ്രീജിത്തിനെ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ 2020 വീട് കയറി ആക്രമിച്ചതിനുള്ള കേസും രാജേഷിനെ 2024 ഒരു അടിപിടി കേസുമുണ്ട്. വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO KN മനോജ്, സബ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, ജോഫിൻ ജോണി തുടങ്ങിയവരാണ് അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. 50 ദിവസത്തെ നോമ്പ് അനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ക്രൈസ്തവർ വിഭൂതി തിരുനാൾ ആഘോഷിച്ചു. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ നടത്തിയ വിഭൂതി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ ജോബി ചുള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുക എന്ന് അനുസ്മരിച്ചുകൊണ്ട് കാർമികൻ വിശ്വാസികളുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവകയിലെ കൈക്കാരന്മാർ, സെന്റ് എലിസബത്ത്, മേഴ്സി കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ആർടി ഓഫീസിന് മുൻപിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ഗതാഗത കമ്മീഷൻ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സർക്കുലറിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് വി ആർ ശ്രീകാന്ത് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കെ എച്ച് സിദ്ദിഖ്, കെ കെ സനീഷ്, പോൾ തൈക്കാടൻ, വിജയൻ പാർലിക്കാട്, അബ്ദുൾ കലാം, കെ എം അബ്ദുൾ റഹിമാൻ, രവി സി എ, സൈമൺ എ എ, രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലുക്കര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വേലാഘോഷത്തോടനുബന്ധിച്ച് ഭഗവതി സേവാ സംഘം പട്ടാളക്കുന്നിന്റെ ആഭിമുഖ്യത്തിൽ കലാസന്ധ്യ നടന്നു. തൃശൂർ കോർപ്പറേഷൻ 18ാം ഡിവിഷൻ കൗൺസിലർ രേഷ്മ ഹേമേജ് കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 4-ന് കാളക്കളിയും തമ്പോലവും വൈകിട്ട് 5-ന് പട്ടാളക്കുന്നിൽ നിന്ന് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകും.
തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂരിൽ ഒയാസിസ് സ്പൈൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കിരണം കലാപരിപാടികൾ സംഘടിപ്പിച്ചു. തുടർച്ചയായി 7ാം തവണയും വിപുലമായി നടന്ന പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി ഇളങ്കോ IPS ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമായി. 1ാം ഭാഷ പാർട്ട് 1 ആണ് SSLC ആദ്യ പരീക്ഷ. 4,26,990 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കേരളത്തിൽ 2,964 പരീക്ഷാ കേന്ദ്രത്തിൽ 4,25,861, ഗൾഫിലെ 7 കേന്ദ്രത്തിൽ 682, ലക്ഷദ്വീപിലെ 9 കേന്ദ്രത്തിൽ 447 കുട്ടികൾ പരീക്ഷ എഴുതും. 26-നാണ് അവസാന പരീക്ഷ. മൂല്യനിർണ്ണയ ക്യാമ്പ് ഏപ്രിൽ 3-ന് ആരംഭിക്കും. മെയ് 3-ാമത്തെ ആഴ്ച ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷ തിങ്കളാഴ്ചയും 1ാം വർഷ പരീക്ഷ വ്യാഴാഴ്ചയുമാണ് ആരംഭിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ തിയറി പരീക്ഷ വ്യാഴാഴ്ച തുടങ്ങി 29-ന് അവസാനിക്കും. 2ാം വർഷ തിയറി പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങി 26-ന് അവസാനിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ ഫ്യൂഡൽ രാജാക്കന്മാരെ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നതെന്ന് ബെന്നി ബെഹനാൻ MP. തെക്കുംകര പഞ്ചായത്തിൽ ഇലക്ട്രോണിക് വേസ്റ്റ് കളക്ഷൻ പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലം കോളാംകുണ്ടിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. വടക്കാഞ്ചേരി RT ഓഫീസിന് മുൻപിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.